രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ഭരണ നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു. UDF കാലത്ത് വഴിമുട്ടിയ പദ്ധതികൾ LDFന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ പ്രതിപക്ഷം ഒപ്പം നിന്നില്ലെന്നും അർഹതപ്പെട്ടത് തരാതെ കേന്ദ്രം ഞെരുക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സർക്കാരിന്റെ വാർഷികം പക്ഷേ കരിദിനമായി UDF ആചരിച്ചു. സംസ്ഥാനത്ത് സർക്കാരുണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചത്. വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് 2016 മുതലുള്ള ഭരണനേട്ടങ്ങൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ അപ്രത്യക്ഷമായെന്നും വെല്ലുവിളിച്ചവർ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കി. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ച് ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. UDF കാലത്ത് വഴിമുട്ടി നിന്ന ഒട്ടേറെ പദ്ധതികൾ LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ ഒപ്പം നിന്നില്ലെന്ന് പ്രതിപക്ഷത്തിന് വിമർശനം. അർഹമായ പലതും തടഞ്ഞ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുകയാണെന്നും മുഖ്യമന്ത്രി. സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. തിരഞ്ഞെടുപ്പല്ല ഇപ്പോൾ പ്രധാനമെന്നായിരുന്നു തുടർഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാരിന്റെ വാർഷിക ദിനം UDF കരിദിനമായി ആചരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടിയുമായി പാലക്കാട് പ്രതിഷേധ മാർച്ച് നടത്തി. സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കില്ല. വെള്ളിയാഴ്ച തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ സമാപനം. ചടങ്ങിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. 24 കോഴിക്കോട്.